അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ ബീഫ് ഉലർത്തിയതാണ്. അതിന് വേണ്ട ചേരുവകൾ: 1 കിലോ ബീഫ്, ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. സ്റ്റൗ കത്തിച്ച് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണ് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് ശരിക്ക് മൂത്ത് വരാൻ വേണ്ടിയിട്ട്, വേഗം ആയി കിട്ടാനാണ്. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന്, നല്ല സ്മെല്ല് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും മുളകും നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇറച്ചി നമുക്ക് പാത്രത്തിൽ നിന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ചെറുതീയിൽ വേവിച്ചെടുക്കാം. അത് ഇടയ്ക്കൊന്ന് തുറന്ന് വെക്കാം. അപ്പോൾ അതിൽ തന്നെ ബീഫിൽ നിന്ന് തന്നെ വെള്ളം നല്ല ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ശരിക്കൊന്ന് ഇതാക്കി കൊടുക്കുക, വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അത് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ വെള്ളം വറ്റി വരുന്നുണ്ടാവും. വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. ഒന്ന് നോക്കണം കേട്ടോ, വെന്തോന്നിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നല്ലപോലെ മൂടി വയ്ക്കുക. ഇത് 2 രീതിയിൽ ചെയ്യാം. കുക്കറിൽ വേണമെങ്കിൽ ബീഫ് ഇട്ടിട്ട് കൊടുത്ത് 2 or 3 വിസിലടുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയ ഉള്ളി മുളക് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ ബീഫായി. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അഡാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.